गं गणपतये नमः। ॐ नमः शिवाय। ॐ नमो नारायणाय। ॐ गुं गुरुभ्यो नमः। ॐ नमो भगवते वासुदेवाय। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। तप्त कांचन गौरांगी राधे वृंदावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये। ഹരേ കൃഷ്ണ. ഇന്ന് ലൈവിൽ വന്നെന്ന് വെച്ചാൽ ദേവീനെ കുറിച്ചിട്ട്, അതായത് രാധാറാണിയുടെ തന്നെ ആദിപരാശക്തിയായ രാധാറാണിയുടെ ഒരു അംശമാണ്, രാധാറാണിയുടെ ഒരു അവതാരമാണ് പാർവതീ ദേവി എന്ന് പറയുന്നത്. ഇനി പാർവതീ ദേവിയുടെ ഒരു അവതാരമായിട്ടുള്ള, പാർവതീ ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഭദ്രകാളി ദേവീനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് വന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ കുടുംബങ്ങളിലെയും കുടുംബദേവത എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഭദ്രകാളി ദേവിയാണ്. അപ്പോൾ ഭദ്രകാളി ദേവിയുടെ മഹിമയെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാവുന്നതിലും അപ്പുറമാണ്, അത്രയ്ക്ക് അനന്തമാണ്. അപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ വന്നിച്ചാൽ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ലൈവിൽ വരാമെന്ന് കരുതിയത്. അപ്പോൾ ഒരുപാട് പേരിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വന്നിട്ട് ശിവപാർവതിമാരെക്കുറിച്ചും ശിവകുടുംബത്തെക്കുറിച്ചും ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും ദേവീനെക്കുറിച്ച്, ഭദ്രകാളി ദേവീനെക്കുറിച്ച് പറയാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത്. പിന്നെ നാരായണീയത്തിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച നാരായണീയത്തിൻ്റെ ക്ലാസ്സായിട്ട് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഞായറാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഭദ്രകാളി ദേവീനെ കുറിച്ച് പറയാം. അപ്പോൾ ഭദ്രകാളി ദേവിയുടെ അവതാരം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർവതീ ദേവി ഗൗരവർണ്ണമാണ്, അതായത് വെളുത്ത രൂപമാണ് പാർവതീ ദേവിയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ പാർവതീ ദേവി നല്ല എന്താ പറയുക, നീലവർണ്ണം, കൃഷ്ണവർണ്ണം ആയിരുന്നു. അപ്പോൾ കൃഷ്ണവർണ്ണം ആയിരുന്ന ദേവിക്ക് ഭഗവാനിൽ കുറച്ച് ആഗ്രഹം വന്നപ്പോൾ ദേവിക്ക് നീലവർണ്ണം മാറ്റിയിട്ട് വെളുത്ത വർണ്ണത്തിൽ, ഗൗരവർണ്ണത്തിൽ, അതാണ് ഗൗരി എന്ന് പേര് വീണത്. അപ്പോൾ ഗൗരവർണ്ണത്തിൽ ദേവിക്ക് കാണപ്പെടണമെന്നുള്ള ആഗ്രഹം ജനിക്കുന്നു. അങ്ങനെ ദേവിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ദേവിക്ക് അങ്ങനെ ശ്യാമവർണ്ണത്തെ മാറ്റിയിട്ട് നീലവർണ്ണത്തെ മാറ്റിയിട്ട്, നീലവർണ്ണം എന്നാലും ഉണ്ട് എങ്കിൽ കൂടി നീലവർണ്ണത്തെ മാറ്റിയിട്ട് ഗൗരവർണ്ണ, വെളുത്ത നിറം കൊടുക്കുകയാണ്. അപ്പോൾ ഈ മാറിയ ദേവിയുടെ മാറിയ ഗൗരവർണ്ണ, ശ്യാമവർണ്ണം, നീലവർണ്ണം അവിടെ ഉണ്ടാവുകയും അതിൽ നിന്നും ഒരു ശക്തി ജനിക്കുകയും ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് ഭഗവാന്റെ പുത്രിയാണ്, ശിവഭഗവാന്റെ പുത്രിയാണ്. ശിവഭഗവാൻ ഈ പറഞ്ഞ പോലെ അന്ന് ദക്ഷയാഗത്തിന് വന്നപ്പോൾ കാലഭൈരവനിൽ നിന്ന് ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ദേവി. അങ്ങനെയും ഒരു കഥയുണ്ട്. അപ്പോൾ എന്തായാലും പാർവതീ ദേവിയുടെ ഒരു അംശമാണ്, പാർവതീ ദേവിയുടെ ഒരു ഇതാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ശ്യാമവർണ്ണത്തിൽ നിന്നാണ് ദേവി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ദേവിയുടെ നിറം എന്ന് പറയുന്നത് കൃഷ്ണവർണ്ണമാണ്. കൃഷ്ണവർണ്ണം അറിയാലോ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറമാണ് കൃഷ്ണവർണ്ണം, ശ്യാമവർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതേ കാർമേഘ, അതേ ശ്യാമവർണ്ണം തന്നെയാണ് ഭദ്രകാളി ദേവിയുടെയും നിറം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ശ്രീകൃഷ്ണ ഭഗവാനും ദേവിയും രണ്ടല്ല. ദേവിയിൽ നിന്ന് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായത്, ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ദേവി ഉണ്ടായത്. അതായത് രാധാറാണിയിൽ നിന്ന് തന്നെയാണ് പാർവതീ ദേവി ഉണ്ടായത്, പാർവതീ ദേവിയിൽ നിന്ന് തന്നെയാണ് ഭദ്രകാളി ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഒന്നാണ്. രാധാറാണി എന്ന് പറയുന്ന ആദിപരാശക്തിയിൽ നിന്ന് തന്നെയാണ് പാർവതീ ദേവി എന്ന് പറയുന്ന ആദിപരാശക്തി ദേവിയും പാർവതീ ദേവിയിൽ നിന്നാണ് ഭദ്രകാളി ദേവിയും ഉണ്ടായത്. അപ്പോൾ ഈ ദേവിമാരെല്ലാം ഉണ്ടായത് രാധാകൃഷ്ണന്മാരിൽ നിന്നാണ്, രാധാറാണിയിൽ നിന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിനെ വേർതിരിച്ച് കാണുന്നവരെ കൂടുതൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ രണ്ടല്ല ഒന്നാണ്.
അപ്പൊ അതില് ദേവിയുടെ രാധാറാണി ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവര് പ്രേമം ആണ്, അത് വേറൊരു തലമാണ് എന്നുള്ളത് മാത്രമല്ല സ്ഥിതിയാണ്. നാരായണനും ലക്ഷ്മി സ്ഥിതിയാണ് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ശിവപാർവതിമാര് വരുമ്പോൾ അതിൽ മംഗളവും സംഹാരവുമാണ് വരുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവി ഇങ്ങനെ ദേവി കോപിഷ്ഠ ആവുമ്പോഴാണ് ഭദ്രകാളി ദേവി അവതരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുടുംബദേവി ഭദ്രകാളി ആയിട്ടുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും എവിടെയാണ് പോവേണ്ടത്? ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പം ദേവിയുടെ ഇതായിട്ടുള്ള, അതായത് ഭദ്രകാളി ദേവി കുടുംബദേവി ആയിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ, ദേവീ ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏത് ഒരു കാര്യം എടുത്തു കഴിഞ്ഞാലും എന്തൊരു കാര്യത്തിൽ നമുക്ക് വിജയം ഉണ്ടാവണമെങ്കിലും ഭദ്രകാളി ദേവീനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണ്. അതായത് നമുക്ക് ഇച്ഛ തരുന്നത്, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ക്രിയ തരുന്നത്, നമുക്ക് ബുദ്ധി തരുന്നത്, അങ്ങനെ എല്ലാം ഭദ്രകാളി ദേവിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഭദ്രകാളി ദേവീനെയും കൂടെ ഭജിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് രക്തപുഷ്പാഞ്ജലിയും ശത്രു സംഹാര പൂജയും ഒക്കെ നമ്മുടെ പേരിൽ, കുടുംബത്തിലുള്ളവരുടെ പേരിലൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാൻ പറ്റും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പൊ അങ്ങനെ ഭദ്രേ നാരായണ, അതായത് ഭദ്രമാക്കുന്നവൾ, ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രമാക്കുന്നവളാണ്. നമ്മുടെ വീടായാലും സ്വത്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും ഫാമിലി ആയാലും ഭർത്താവായാലും നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയും എല്ലാം ഭദ്രമാക്കുന്ന ദേവിയാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഭദ്രകാളി ദേവീനെ ഭജിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോണം. അതായത് കുടുംബക്ഷേത്രത്തിൽ, നിങ്ങളുടെ ദേവിയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ. ചിലർക്ക് ദുർഗാദേവി ആയിരിക്കാം, ചിലർക്ക് ഭദ്രകാളിയുടെ രൂപത്തിലായിരിക്കാം, ചിലർക്ക് ആദിപരാശക്തിയുടെ രൂപത്തിലായിരിക്കാം, ചിലർക്ക് ത്രിപുരസുന്ദരി ദേവിയുടെ രൂപത്തിലായിരിക്കാം. അങ്ങനെ പല വേർഷനില്. ചിലർക്ക് എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മി, വൈകിട്ട് ഭദ്ര, അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെയായിരിക്കാം. അച്ഛൻ്റെ കുടുംബത്തിൽ ഭദ്രകാളി ദേവിയാണ്. അപ്പം അങ്ങനെ കുടുംബദേവി ഭദ്രകാളിയായിട്ട് വരുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. ചിലർക്ക് കുടുംബദേവൻ ശിവഭഗവാനായിരിക്കും, അപ്പൊ അവിടെ പോവുക. ചിലർക്ക് വിഷ്ണു ഭഗവാനായിരിക്കും, അപ്പൊ അവിടെ പോവുക. കൃഷ്ണനായിരിക്കുമെങ്കിൽ അവിടെ പോവുക. അപ്പൊ നമ്മുടെ കുടുംബ ദൈവത്തിനെയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ദേവിയുടെ അവതാരത്തിന്റെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ അസുരന്മാർ, അതായത് ദുഷ്ടന്മാരായ കുറെ അസുരന്മാരുണ്ടായ സമയത്ത് ദേവി ആ അസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവതരിക്കുന്നത്. പാർവതി ദേവിയിൽ നിന്ന്, അതായത് രാധാറാണിയിൽ നിന്നും പാർവതി ദേവിയിൽ നിന്നും ദേവി ആ സംഹാരത്തിന് വേണ്ടിയിട്ടാണ്, ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി അവതരിക്കുന്നത്. അതായത് ശുംഭനിശുംഭന്മാരെന്ന് പറഞ്ഞിട്ട് 2 ദുഷ്ടന്മാരുണ്ടായിരുന്നു. ഈ ദുഷ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകവും പാതാളലോകവും സ്വർഗലോകങ്ങളെ എല്ലാം പിടിച്ചടക്കി അവർ വളരെ ക്രൂരന്മാരായിട്ട് പാവപ്പെട്ട ജനങ്ങളെ, പാവങ്ങളെ എല്ലാം, ദേവന്മാരെ എല്ലാം അടിച്ചോടിച്ച് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ദ്രോഹിച്ച് എല്ലാം പിടിച്ചടക്കി വന്നിട്ട് അവസാനം കൈലാസത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഈ ശുംഭനിശുംഭന്മാര് കൈലാസത്തിലേക്ക് വരികയാണ്. കൈലാസത്തിൽ വന്നിട്ട് ശിവഭഗവാന്റെ അടുത്ത് വന്ന് വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ ഞാൻ കൊല്ലും, ഇതെല്ലാം കൈലാസമെല്ലാം ഞങ്ങൾ അടക്കി വാഴും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര മുറവിളി കൂട്ടുകയാണ്. അപ്പൊ ദേവി വന്നിട്ട് ശിവഭഗവാനോട് പറയും, ഭഗവാനെ ആദ്യമേ ഞാനൊന്ന് പോയി സംസാരിക്കാം, ഞാൻ അവരോടൊന്ന് പോയി സംസാരിച്ചിട്ട് അവരെ ഒന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒത്തുതീർപ്പാക്കുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാനൊന്ന് പോയി സൗമ്യമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഇവരോടൊക്കെ സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, യുദ്ധം ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ഇതൊന്നും പറയും. അപ്പൊ പാർവതി ഇല്ല, ഞാൻ പോയി എന്തായാലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഗൗരി പാർവതി ദേവി വന്നിട്ട് ഈ ശുംഭനിശുംഭന്മാരുടെ മുന്നിൽ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കൂടെ ദന്തിയും ഭൂതഗണങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ദേവി ഇങ്ങനെ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ദേവി ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഇതേപോലെ മടങ്ങി പോവണം, ഇത് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇതാണ്, നിങ്ങളെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ വെച്ചേക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും, ശിവഭഗവാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ വരരുതെന്ന് പറയും.
അപ്പോൾ ഈ ശുംഭനിശുംഭന്മാർക്ക് അതൊന്നും കേട്ടിട്ട് ഒരു കൂസലല്ല. പക്ഷെ ഈ ശുംഭനിശുംഭന്മാർ എന്താണ് ശ്രദ്ധിക്കുന്ന? ദേവിയുടെ ആ സൗന്ദര്യമാണ് ശ്രദ്ധിക്കുന്നത്. ദേവി പറയുന്ന കാര്യങ്ങളല്ല ശ്രദ്ധിക്കുന്നത്, ദേവിയുടെ ആ സൗന്ദര്യം, ആ സൗന്ദര്യത്തിലേ അസുരന്മാർ മയങ്ങുകയാണ്. എന്നിട്ട് ഈ ശുംഭനിശുംഭന്മാരിങ്ങനെ പറയുകയാണ്, പരസ്പരം പറയുകയാണ്, ഇത്ര സുന്ദരിയാണ് ഇവൾ, ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ, ഈ ശിവഭഗവാന്റെ ഭാഗ്യം തന്നെയാണ്, ഇത്രയും സുന്ദരിയായ ഇവളെ നമുക്ക് ഭാര്യയായിട്ട് സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ അതിൽ പരം വേറൊരു ഭാഗ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ദേവിയോട് ഇങ്ങനെ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ നിന്നെ ഭാര്യയായി സ്വീകരിച്ച് നോക്കിക്കൊള്ളാന്ന് പറയാം. അപ്പോഴത്തേക്ക് ദേവി എന്ന് പറഞ്ഞാൽ അത്രയും പതിവ്രതയാണ്, ദേവിക്ക് അത്രയും സഹിക്കാൻ കഴിയില്ല. അപ്പൊ ദേവി എന്ത് ചെയ്യണം? ദേവി ഇങ്ങനെ കണ്ണൊക്കെ തുറിച്ച് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞത്? എന്നോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നെന്ന് പറഞ്ഞ പെട്ടെന്ന് ആ കോപത്തിൽ നിന്ന് ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഭദ്രകാളി ദേവിയായിട്ട്, അങ്ങനെ ദേവിയുടെ കൈയെല്ലാം നീലവർണ്ണമായി അങ്ങനെ ഭദ്രകാളി ദേവിയായിട്ട് ദേവി മാറുകയാണ്. അങ്ങനെ വാളും പരിചയമൊക്കെ എടുത്ത് എന്നിട്ട് ദേവി അലറി വിളിക്കുകയാണ്. അപ്പൊ ആ അലറി വിളിക്കുമ്പോൾ ആ അണ്ടഘടാഹങ്ങൾ മൊത്തത്തില് നിന്ന് സ്തംഭനം കൊള്ളുകയാണ്, അത്രയും അപ്പൊ ഇത് കണ്ടിട്ട് ഈ ശുംഭനിശുംഭന്മാർ പേടിച്ചോടുകയാണ്. അപ്പം ദേവി ഇവരുടെ പുറകെ ഓടി പോയി ഭയങ്കര യുദ്ധം നടക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധം നടക്കും. അപ്പൊ ദേവിയുടെ ഈ ഇത് വരുമ്പോ തന്നെ ദേവിയുടെ കൂടെയുള്ള കുറെ സന്തത സഹചാരികളുണ്ട്, വേറെ കാളിമാര്, കൂളിമാര്, പിന്നെ ദുർഗാദേവിയുണ്ട്, ദുർഗാദേവി വരും, പിന്നെ നരസിംഹി എന്ന് പറഞ്ഞ ദേവിയുണ്ട്, അങ്ങനെ പല ദേവിമാരുണ്ട്. അപ്പം അവരെല്ലാം ഓരോരുത്തരായിട്ട് വരും. പക്ഷെ ദേവി ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാണ്? അപ്പോഴേ ഈ ശുംഭനിശുംഭന്മാർക്ക് ഒരുപാട് സൈന്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സൈന്യങ്ങളെ എല്ലാം വധിക്കുകയാണ്. ദേവിയുടെ സന്തത സഹചാരികളും ദേവിയും എല്ലാവരും കൂടി ചേർന്ന് ഈ സൈന്യങ്ങളെ എല്ലാം വധിച്ച് തലയെല്ലാം ഇങ്ങനെ വാള് വെച്ച് തലയെല്ലാം അറുത്തറുത്ത് അവസാനം ഈ ദുഷ്ടനായ ശുംഭനിശുംഭന്മാരെയും ദേവി നിഗ്രഹിക്കുകയാണ്. ദേവി തന്റെ വാളുകൊണ്ട് ഇങ്ങനെ തല അറുത്ത് അവരെ കൊല്ലുകയാണ്. അപ്പോൾ കൊന്നു കഴിഞ്ഞ് എല്ലാം ശാന്തമായി. അവസാനം ശിവഭഗവാൻ വരുമ്പോഴത്തേക്കും ദേവി അടങ്ങുന്നില്ല. ദേവി പിന്നെ ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ മതിമറന്ന് ഇങ്ങനെ കൊല്ലാനുള്ള ആ ഒരു വെറിയിൽ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ശിവഭഗവാൻ ഇങ്ങനെ വന്നിട്ടും ദേവിയുടെ കോപം അടങ്ങുന്നില്ല. കാരണം എല്ലാവരെയും വധിച്ചു കഴിഞ്ഞു, എന്നിട്ട് പോലും ദേവിയുടെ കോപം അടക്കാൻ കഴിയില്ല. കാരണം ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശക്തിയാണ്, നമുക്കറിയാലോ, ശക്തിയാണ്, പവർഫുൾ ആണ് ദേവി. അപ്പൊ ദേവി അടങ്ങുന്നില്ല. അങ്ങനെ ഭഗവാന് മനസ്സിലാവും ദേവി അടക്കാൻ ഒരു വഴിയുമില്ലല്ലോ എന്ന് മനസ്സിലാവുമ്പോഴത്തേക്ക് ദേവീനെ അടക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നറിയാമോ? ഭഗവാൻ ഒരു കുഞ്ഞിന്റെ രൂപം, ഒരു ശിവഭഗവാന്റെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ രൂപം എടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞിന്റെ രൂപം എടുത്തിട്ട് ഭഗവാൻ ഇങ്ങനെ ചെല്ലുകയാണ് അടുത്ത്. അപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ദേവി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ശിവഭഗവാൻ കുഞ്ഞായിട്ട് നിൽക്കുന്നു. അപ്പൊ ആ കുഞ്ഞിന്റെ കരച്ചിൽ കാണുമ്പോൾ ദേവി ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അങ്ങനെ ആ മാതൃസ്നേഹത്തിൽ, ആ അമ്മയെന്ന് പറഞ്ഞാൽ അതാണ്, അമ്മയാണ്, നമ്മുടെയൊക്കെ അമ്മയാണ്, എല്ലാവരുടെയും ലോകമാതാവാണ്, അമ്മയാണ്. ആ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും പവിത്രമാണ്. നമുക്ക് അത്രയും ഭഗവാന്റെ പോലും അമ്മയാണ്. അപ്പം എല്ലാവരുടെ അമ്മയാണ് പാർവതി ദേവി, ഭദ്രകാളി എന്ന് പറയുന്നത്. അപ്പം ദേവി ഇങ്ങനെ കരഞ്ഞ് അങ്ങനെ ശാന്തയായി പിന്നീട് പഴയ രൂപത്തിലേക്ക് പാർവതി ദേവി ആയിട്ട് ഗൗരിയായിട്ട് വരികയാണ്. അങ്ങനെ നേരെ തിരിച്ച് എല്ലാവരും കൂടി പിന്നെയും കൈലാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ കുറെ കാലം താമസിക്കുകയാണ്. ഇതിനിടയിൽ ഗണപതി ഭഗവാന്റെ വിവാഹം കഴിയുന്നുണ്ട്, മുരുക ഭഗവാന്റെ വിവാഹം കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുരുക ഭഗവാന്റെ ഭാര്യമാര് ദേവയാനി, വള്ളി. അപ്പൊ അങ്ങനെയൊക്കെ അവർ സന്തോഷമായിട്ട് കഴിഞ്ഞു പോവുകയാണ്. പിന്നെ ഒരു ഇതുണ്ട്, പിന്നെ രണ്ടാമത് ഇത്ര പ്രാവശ്യം. അപ്പം ഈ ശുംഭനിശുംഭന്മാരെ വധിക്കുമ്പോഴത്തേക്ക് ചണ്ടമുണ്ടന്മാരെന്ന് പറഞ്ഞ് ഈ ശുംഭനിശുംഭന്മാരുടെ 2 സഹോദരന്മാരുണ്ട്. അവരുടെ പേരാണ് ചണ്ടനും മുണ്ടനും എന്ന് പറയുന്നത്. അപ്പൊ ഇവന്മാരെന്ന് പറഞ്ഞാൽ വെറും ക്രൂരന്മാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേവി ഇവരുടെ സഹോദരന്മാരെ വധിച്ചത് കൊണ്ട് തന്നെ ഈ ചണ്ടമുണ്ടന്മാർക്ക് ദേവിയോട് വളരെയധികം ദേഷ്യമുണ്ട്. അങ്ങനെ ഈ ചണ്ടമുണ്ടന്മാർ അവസാനം വരികയാണ് ദേവിയുടെ അടുത്തേക്ക്. അങ്ങനെ ഇതേപോലെ വന്നിട്ട് ദേവീനെ കണ്ടപ്പോൾ ഇവർക്കും ആ ഒരു ഇത് ദേവിയോട് തോന്നി, ഇങ്ങനെ സംസാരിക്കുകയാണ്.
എന്നിട്ട് പറയുകയാണ്, നിന്നെ നിന്നെ എന്തായാലും ഞങ്ങൾ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും, നിന്നെ എന്തായാലും ഞങ്ങൾ കൊണ്ടുപോയി കളയും, കാരണം ഞങ്ങളുടെ സഹോദരങ്ങളെയാണ് നീ വധിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാവുകയാണ്. അങ്ങനെ ദേവിയായിട്ട് യുദ്ധത്തിന് വരുമ്പോൾ ദേവി വീണ്ടും തൻ്റെ കൈയെല്ലാം ഇതേപോലെ കറുത്ത വർണ്ണമായി, കാർമേക വർണ്ണമായി, കൃഷ്ണ വർണ്ണമായിട്ട് ദേവി വീണ്ടും ആ ഒരു ഇതിൽ വന്നിട്ട് വാളൊക്കെ എടുത്ത് ഇവരെ എല്ലാം, ഈ സൈന്യത്തിനെയും അതുപോലെ ഈ ചണ്ടമുണ്ടന്മാരെയും വധിക്കുകയാണ്. അങ്ങനെ വീണ്ടും പാർവതി ദേവി ചണ്ടമുണ്ടന്മാരെ വധിക്കുകയാണ്. അതിനുശേഷം ദേവി ശാന്തയാവുകയാണ്. പിന്നെ അപ്പം ഇവരെ എല്ലാം വധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവലോകത്ത് നിന്നും സ്വർഗലോകത്ത് നിന്നും അതുപോലെ തന്നെ ബ്രഹ്മലോകത്ത് നിന്നും വിഷ്ണു ലോകത്ത് നിന്നും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ബ്രഹ്മദേവനും എല്ലാവരും ദേവീനെ അത്രയും വാഴ്ത്തുകയാണ്. അവരെല്ലാം ആ പുഷ്പങ്ങളൊക്കെ ദേവിയുടെ പുറത്തേക്ക് ഇങ്ങനെ പുഷ്പങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത്രയും ഈ ദുഷ്ടന്മാരെയാണ്, അത്രയും ലോകം അടക്കി ഭരിച്ചിരുന്ന ദുഷ്ടന്മാരെയാണ് ഈ 4 പേരെയും ദേവി വധിച്ചത്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ദേവീനെ എല്ലാവരും കീർത്തിക്കുകയാണ്, പാട്ടുകൾ പാടി സന്തോഷിച്ച് പുഷ്പവർഷങ്ങളൊക്കെ നടത്തി ദേവീനെ ഇതാക്കുകയാണ്. പിന്നീട് ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്തബീജൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ അസുരൻ. ആ അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മാവിന് തപസ് ചെയ്തിട്ട് ആ രക്തബീജന് ഒരു വരം വാങ്ങി. വരം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്തബീജനെ വധിക്കുകയാണെന്നുണ്ട്. ഒരു രക്തബീജന്റെ ശരീരത്തിൽ ഒരു വാളുകൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണാൽ ആ രക്തത്തിൽ നിന്ന് വീണ്ടും അടുത്ത രക്തബീജനുണ്ടാവും. അതും നമ്മൾ അതും വെട്ടുകയാണെങ്കിൽ ആ രക്തത്തിൽ നിന്ന് അടുത്ത രക്തബീജനുണ്ടാവും. ഇങ്ങനെ രക്തബീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വധിക്കാൻ പോലും പറ്റാത്തത്ര അത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള ഒരു അസുരനായിരുന്നു രക്തബീജൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രക്തബീജനെ വധിക്കാൻ വേറെ ആർക്കും കഴിയില്ല, ഭദ്രകാളി ദേവിക്ക് തന്നെ കഴിയത്തുള്ളൂ. കാരണം അത്രയും എന്താ പറയാ, അയാൾ അത്രയും ഒരു യോഗിക് പവർ, അത്രയും ഒരു എന്താ പറയാ, അത്രയും പവർ ഉള്ള ഒരു ആളാണ്. അത്രയും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു വരമാണ് ഇയാൾ ചോദിച്ച് വാങ്ങിയിരിക്കുന്നത്, ഈ അസുരൻ. അങ്ങനെ ഈ അസുരൻ ഇങ്ങനെ ലോകങ്ങളെല്ലാം അടക്കി ഈ തപസ് ചെയ്യുന്ന യോഗിമാരുണ്ടല്ലോ, തപസ് ചെയ്യുന്ന യോഗിമാരെ എല്ലാം പോയി പാവങ്ങളെല്ലാം പോയി വെട്ടി അവരെ തപസ് ചെയ്യാൻ സമ്മതിക്കില്ല, അവരെ കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ പറയാൻ സമ്മതിപ്പിക്കത്തില്ല. അങ്ങനെ ഭഗവത് നാമങ്ങൾ, വിഷ്ണു നാമങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല, കൃഷ്ണനാമങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല, ശിവനാമം പറയാൻ സമ്മതിക്കുന്നില്ല, ദേവീനാമം പറയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഭക്തരായിട്ടുള്ളവരെ എല്ലാവരെയും, യോഗികളെ എല്ലാവരെയും ഈ രക്തബീജൻ വധിച്ച് ലോകങ്ങളിൽ, ദേവലോകങ്ങളിൽ പോയി ദേവലോകത്തെ അപ്സരസുകളെ എല്ലാം തട്ടിക്കൊണ്ടുപോയി അവിടെ ദേവന്മാരെ എല്ലാം ദ്രോഹിച്ച് അങ്ങനെ ഭൂലോകത്ത് വന്ന് ഭൂലോകത്തുള്ള മനുഷ്യരെ എല്ലാം വധിച്ച് അങ്ങനെ എല്ലാ ലോകങ്ങളും, സ്വർഗലോകങ്ങളും ഭൂലോകങ്ങളും ഭൂവർലോകങ്ങളും പിന്നെ യോഗിമാരിരിക്കുന്ന അങ്ങനെയുള്ള ബ്രഹ്മലോകങ്ങളും അങ്ങനെയുള്ള ലോകങ്ങളെല്ലാം അടക്കി അവൻ ഒരു ദുഷ്ടനായ അത്രയും ക്രൂരനായിട്ടുള്ള ഒരു അസുരനായിട്ട് ഇങ്ങനെ വധിച്ചു വരികയാണ്. അങ്ങനെ ദേവന്മാരെല്ലാരും കൂടെ പോയി വിഷ്ണു ഭഗവാനും ദേവന്മാരും എല്ലാവരും ശിവഭഗവാനും എല്ലാവരും വന്നിട്ട് ദേവിയോട് പറയും, ദേവി ഇതുപോലെ ഒരു രക്തബീജൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ അസുരനുണ്ട്, ആ അസുരൻ ഇതുപോലെ ലോകത്തുള്ള യോഗിമാരെയും നമ്മുടെ മഹർഷിമാരെയും അതുപോലെ ദേവന്മാരെയും എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്സരസുകളെയും ദേവകന്യകമാരെയും എല്ലാം തട്ടിക്കൊണ്ടുപോയി അവരെല്ലാം കീഴടക്കി വെച്ചിരിക്കുകയാണ്, ദേവന്മാരെല്ലാം ഒളിവിലാണ്, ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്കും വിഷമത്തിലാണെന്നുള്ള രീതിയിൽ വിഷമത്തിലാണെന്ന കാര്യങ്ങളെല്ലാം ദേവിയോട് പറയാം. അപ്പൊ ദേവിക്ക് ഭയങ്കര കോപം വരും. അങ്ങനെ കോപം വന്നിട്ട് ഭയങ്കര കലി വരും, കാരണം എല്ലാവരെയും ഇങ്ങനെ ചെയ്തേക്കുന്നു. അപ്പം ദേവി എന്ത് ചെയ്യുന്നറിയാമോ, അവസാനം ലക്ഷ്മി ദേവീനെ പോലും അവര് വന്ന് ദ്രോഹിക്കാൻ വരുമ്പോഴത്തേക്ക് ദേവി എന്ത് ചെയ്യും, ഈ രക്തബീജൻ വന്നിട്ട് ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ പോയിട്ട് അവിടെ വന്ന് നാരായണനെ ലക്ഷ്മി ദേവീനെയും ഉപദ്രവിക്കാൻ വരും. എന്നിട്ട് ലക്ഷ്മി ദേവീനെ പിടിച്ചോണ്ട് പോകാനായിട്ട് വരും. അങ്ങനെ ലക്ഷ്മി ദേവി ഓടും. ലക്ഷ്മി ദേവി ഓടുമ്പോഴത്തേക്കും ഇവിടെ ആ സമയത്ത് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മി ദേവീനെ അവിടെ അവിടെ നാരായണനില്ല. അപ്പൊ ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിലാണ്, നാരായണൻ ഇവിടെ ദേവിയോട് പരാതി പറഞ്ഞു. അപ്പൊ ദേവിക്ക് ഇത് അറിയാമല്ലോ, ദേവിക്ക് ആ പവറിൽ മനസ്സിലാവും. അപ്പം അതേപോലെ തന്നെ വിഷ്ണു ഭഗവാനും മനസ്സിലാവും, അതേപോലെ ശിവഭഗവാനും മനസ്സിലാവും. അങ്ങനെ ഇവരെല്ലാം മനസ്സിലത് കാണുകയാണ് ലക്ഷ്മി ദേവി ഓടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവി ഇങ്ങനെ ഭയങ്കര ദേഷ്യമായി കോപത്തിൽ വന്ന് ഇങ്ങനെ നാക്കൊക്കെ തള്ളി അങ്ങനെ ദേവി
ഭയങ്കര ഘോര രൂപത്തിലുള്ള ആ ദുഷ്ടനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് ആ കൃഷ്ണവർണ്ണത്തിൽ വീണ്ടും ആയിട്ട് ദേവി എന്താ ചെയ്യാ, ആ വാളും പരിചയൊക്കെ എടുത്ത് ഭദ്രകാളി ദേവിയായിട്ട് ഓടുകയാണ്. ഓടി അപ്പോൾ ഈ ദുഷ്ടനായ രക്തബീജൻ ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ ദേവി ഇങ്ങനെ പുറകെ ഓടുകയാണ്. എന്നിട്ട് ഓടി ഓടി വന്നിട്ട് ഈ രക്തബീജന്റെ കഴുത്ത് ഇങ്ങനെ അറുക്കുകയാണ്. കഴുത്തറുക്കുന്നതും രക്തബീജന്റെ ആ പിന്നെ കഴുത്തറുക്കുന്നതേ ഉള്ളൂ. അറുക്കുമ്പോഴത്തേക്കും ആ രക്തബീജന്റെ ഓരോ തുള്ളി ഇങ്ങനെ വീഴുന്നതും അതിൽ നിന്ന് വീണ്ടും ഒരു രക്തബീജൻ ഉണ്ടാവുകയാണ്. അപ്പൊ ദേവിക്ക് തന്നെ ഇത് ഡൗട്ട്, ഇതെന്താ ഇത്? അപ്പോ ഇങ്ങനെ ഭഗവാൻ പറയും, ഇവൻ ഇങ്ങനെ ഒരു വരവാണ് വാങ്ങിയിരിക്കുന്നത്, പറഞ്ഞുവല്ലോ എന്ന് പറയും. അപ്പോ ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ വീണ്ടും ദേവി ആ വീണ അയാൾ അതിനെ വിട്ടും, അത് വിട്ടപ്പോൾ വീണ്ടും ഉണ്ടാവും. അങ്ങനെ വെട്ടി വെട്ടി അപ്പൊ എല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദേവി എന്ത് ചെയ്യും, ദേവിയുടെ ശക്തി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ദേവിമാരെ എല്ലാം, ബാക്കി കുറെ ഭദ്രകാളിമാരുണ്ട് ദേവിയുടെ കൂടെ, കാളി കൂളി അങ്ങനെ കുറെ ദേവിമാരുണ്ട്. പിന്നെ യക്ഷിയമ്മ, പിന്നെന്താണ് നാഗ ദേവിമാരുള്ള അങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ നാരസിംഹ രൂപത്തിലുള്ള ദേവി നാരസിംഹിയുണ്ട്. പിന്നെ കൂർമ്മ അവതാരത്തിലുള്ള ദേവിയുണ്ട്, വരാഹദേവിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഭദ്രകാളിയുടെ വേറൊരു ഇതായിട്ടുള്ള ചാമുണ്ഡി ദേവിയുണ്ട്. പിന്നെന്താണ് ദുർഗാദേവിയുണ്ട്, ദുർഗാദേവി വരും. അങ്ങനെ ഒരുപാട് ദേവിമാർ ഇതിൽ നിന്ന് ഉത്ഭവിച്ച് വരും. എന്നിട്ട് ലക്ഷ്മി ദേവി നിന്നും കുറെ ദേവിമാർ ഉത്ഭവിക്കും. അങ്ങനെ മൊത്തത്തില് ദേവിമാര് ആദിപരാശക്തിയുടെ ഒരു ഫുൾ ഒരു ടോട്ടൽ, ഇത് രാധാറാണിയുടെ ആ ടോട്ടലായിട്ടുള്ള ആ ഇതെല്ലാം വരും. വന്നിട്ട് ഈ ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിക്കും. പക്ഷെ ഇവര് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ദേവി എന്ത് ചെയ്യുന്ന പറയുമ്പോ, ദേവി ഒരു തളിക എടുക്കും. ഒരു വലിയൊരു തളിക എടുത്തിട്ട് ദേവിയും ഭദ്രകാളി ദേവിമാരും എല്ലാം ആ തളിക എടുക്കും. തളിക എടുത്ത് ദേവി ഒരുപാട് ഭദ്രകാളി ദേവിമാരായിട്ട് ഈ ഒരുപാട് രക്തബീജന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവി എന്ത് ചെയ്യും, ഈ ഒരുപാട് ഭദ്രകാളി ദേവിയായിട്ട് ഈ വാളെടുത്തിട്ട് ഈ ഓരോ രക്തബീജന്മാരെയും വധിച്ച് ഇട്ടിട്ട് വെട്ടുമ്പോൾ ഈ രക്തത്തിനെ ഇങ്ങനെ ആ തളിക കൊണ്ട് ഇങ്ങനെ പിടിച്ച് ആ തളികയിലേക്ക് ആ രക്തത്തിനെ പിടിക്കും. എന്നിട്ട് അത് കുടിക്കും. അത് കുടിച്ചിട്ട് പിന്നെയും ഇതുപോലെ വെട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയാ, രക്തം വരും. രക്തം വീണ്ടും അത് ഇതാക്കും. പിന്നെയും അതേപോലെ തളിക വെച്ച് പിടിച്ച് അങ്ങനെ പിടിച്ച് അങ്ങനെ ഈ രക്തബീജന്മാരെ മൊത്തം വധിക്കും. എല്ലാവരെയും വധിക്കും. ഒരു തുള്ളി രക്തം പോലും തറയിൽ വീഴാതെ ആ തളിക കൊണ്ട് ദേവി അത് പിടിച്ചിട്ട് ഈ ദുഷ്ടന്മാരെ എല്ലാം വധിക്കും ദേവി. അപ്പൊ ദേവി അത്രയും പവർഫുൾ ആണ്. അതിനുശേഷം ദേവി അടങ്ങുന്നില്ല. ദേവിക്ക് വീണ്ടും ആ ദേഷ്യം, കാരണം ആ ദേഷ്യഭാവത്തിൽ തന്നെ ദേവി ഇരിക്കുമ്പോൾ പിന്നെ വീണ്ടും ദേവിക്ക് ആ പവർഫുൾനെസ്, ആ ഒരു ദേഷ്യം വരികയാണ്. അപ്പൊ ദേവിക്ക് അത് അടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ദേവി എന്ത് ചെയ്യണം, ദേവി വീണ്ടും ആ ഇതില് ദേഷ്യത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം അണ്ടകടാഹങ്ങൾ മൊത്തം ഭൂലോകങ്ങളെല്ലാം ഇങ്ങനെ കുലുങ്ങുകയാണ്, മൊത്തം പ്രകമ്പനം കൊള്ളുകയാണ്. ആ ഇതില് ജീവജാലങ്ങളും എല്ലാം ഇങ്ങനെ പേടിച്ചരണ്ട് എന്താ പറയാ, അത്രയും പ്രകമ്പനം കൊണ്ട് ആ ഒരു ഇതിലാവുകയാണ്. അപ്പം മൊത്തത്തിൽ നശിക്കും എന്നുള്ളൊരു രീതിയാവും. അങ്ങനെ ഒരു ഇതാകുമ്പോഴത്തേക്ക് വിഷ്ണു ഭഗവാൻ വന്ന് ശിവഭഗവാനോട് പറയും, ഭഗവാന് മാത്രമേ പത്നിയായിട്ടുള്ള പാർവതി ദേവിനെ അടക്കാൻ കഴിയുള്ളൂ, ഭദ്രകാളിനെ അടക്കാൻ കഴിയുള്ളൂ, സമാധാനമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ചെയ്യാൻ പറയും. അങ്ങനെ ശിവഭഗവാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവഭഗവാൻ ഇങ്ങനെ നിവർന്നിങ്ങനെ കിടക്കും. ദേവി വരുന്ന വഴിയിൽ ഇങ്ങനെ നിവർന്ന് കിടക്കും. അപ്പോൾ ദേവി ഇങ്ങനെ നടന്നിങ്ങനെ മതിച്ച് എല്ലാ രക്തബീജന്മാരെ എല്ലാം ഇങ്ങനെ ദുഷ്ടന്മാരെ എല്ലാം വധിച്ചിട്ട് ഇങ്ങനെ ദേവി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ദേഷിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ട് ഈ ശിവഭഗവാന്റെ എന്താ പറയാ, ഈ നെഞ്ചിൽ ഇങ്ങനെ ചവിട്ടും. ജസ്റ്റ് ഒന്ന് കാല് വെച്ച് ഇങ്ങനെ ഒന്ന് ചവിട്ടുമ്പോഴത്തേക്ക് ദേവിക്ക് മനസ്സിലാവും അത് തന്റെ ഭർത്താവാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ ദേവി ആ കാലങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ദയനീയമായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോഴത്തേക്ക് ദേവി ഇങ്ങനെ അയ്യോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് നാക്കൊക്കെ നീട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ അലറി കരഞ്ഞ് അവസാനം ദേവി അങ്ങ് ശാന്തയാവും. അങ്ങനെയാണ് ദേവി ശാന്തയാവുന്നത്. അങ്ങനെ ശാന്തയായി വീണ്ടും ആ ഗൗരവർണ്ണത്തിലാവും. അപ്പൊ ഇതാണ് ദേവിയുടെ കഥയെന്ന് പറയുന്നത്. അപ്പൊ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഭൂലോകങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ദേവിയാണ്. നമ്മൾ മക്കളെ എല്ലാം സംരക്ഷിക്കുന്നത് ദേവിയാണ്. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരിൽ നിന്ന്, ഇങ്ങനെയുള്ള ക്രൂരന്മാരിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് ദേവിയാണ്. അപ്പൊ ആ ദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഓരോരുത്തരും പല ഇതിൽ പറയാറുണ്ട്, ഇത്
പല ഇതിൽ പറയണം. പക്ഷെ ഭഗവാന് എന്താ പറയുക, കൃഷ്ണനും വിഷ്ണുവും ശിവഭഗവാനും പോലും പൂജിക്കുന്ന ദേവിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അത്രയും എല്ലാവരും അത്രയും അമ്മയെ പോലെ കാണുന്ന ദേവിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അതായത് പാർവതി ദേവി എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ തന്നെ അംശമായിട്ടുള്ള പാർവതി ദേവിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച, രാധാറാണിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അപ്പൊ ദേവീനെ രാധാറാണീനെ ശ്രീകൃഷ്ണൻ പോലും പൂജിക്കുന്നുണ്ട്. അതുപോലെ പാർവതി ദേവിനെ ശിവഭഗവാൻ പോലും പൂജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിനെ ഈ ദേവന്മാരെല്ലാവരും തന്നെ പൂജിക്കുന്നുണ്ട്. അപ്പൊ ദേവിമാരെ എല്ലാ ദേവന്മാരും എല്ലാവരും പൂജിക്കുന്നുണ്ട്. അപ്പൊ ദേവിമാർക്ക് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഭദ്രകാളി ദേവീനെ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷകയാണ്, നമ്മുടെ എല്ലാം ഭൂമിയിലുള്ള എല്ലാവരുടെയും സംരക്ഷകയാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ പോലെ തന്നെ ഉള്ള ഒരിതാണ് നരസിംഹ രൂപം, ഭഗവാന്റെ നരസിംഹം എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. തൻ്റെ അത്രയും തന്നോട് ഭക്തിയുള്ള ഭക്തനായ ഭക്തപ്രഹ്ലാദനെ ദ്രോഹിച്ചപ്പോ ഭഗവാൻ ആ ഒരു രജസ്തമോ ഗുണത്തിൽ വന്നിട്ട് ആ ദുഷ്ടനായ അസുരനെ വധിച്ചു. അതേപോലെ തന്നെ അത്രയും പ്രാധാന്യം തന്നെയാണ് ദേവിക്കുള്ളത്. അപ്പോൾ ദേവിക്കും ആ പ്രാധാന്യമുണ്ട്. അപ്പം ദേവീനെ ക്ഷേത്രത്തിൽ കുടുംബദേവിയായിട്ടുള്ള എല്ലാവരും ആ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് വേണ്ട വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ, നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമ്മുടെ അതേപോലെ നമുക്ക് നമ്മുടെ എല്ലാം ഭദ്രമാക്കി തരും ദേവി. നമ്മളെ അവസാനം നമുക്ക് മോക്ഷമാണ് വേണ്ടത് എങ്കിൽ ആ മോക്ഷത്തിലേക്ക് വരെ ദേവി നമ്മളെ നയിക്കും. അതല്ല നമുക്ക് പിന്നെ ഒരു സന്തത സഹചാരിയായിട്ടാണ് ദേവിയുടെ കൂടെ നിൽക്കേണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ കൂടി ചിലപ്പോൾ ദേവി നമുക്ക് അത്രയും ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വരെയുള്ള ഇത് തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ദേവീനെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദേവീനെ പ്രാർത്ഥിക്കും. ദേവി മഹാത്മ്യത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ദേവി മഹാത്മ്യത്തിലാണെങ്കിൽ ഓരോ കീർത്തനങ്ങളായിട്ട് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥമായിട്ട് പറയാം. അപ്പോൾ കഴിയുമെങ്കിൽ തീർച്ചയായും ദേവി സഹായിക്കുമെങ്കിൽ ദേവി മഹാത്മ്യം എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ആ ദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭക്തരോടും ഞാൻ പറയുകയാണ്, എന്തിൻ്റെതാണെങ്കിലും ശരി തന്നെ, ഏത് ഭക്തിയിലുള്ളതാണെങ്കിലും നമ്മുടെ കുടുംബദേവീനെ ആരും മറക്കാൻ പാടില്ല. കുടുംബദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരിതാണ്. കാരണം നമുക്ക് ആ കുടുംബദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ. ആ കുടുംബദേവിയുടെയും കൂടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലായാലും ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ. ഏതൊരു എന്താ പറയാ, ഏതൊരു ഭക്തിപരമായിട്ടുള്ള ഇതിലാണെങ്കിൽ, ആത്മീയതയിലോട്ടാണെങ്കിൽ കൂടിയും ഉയർന്നു വരണമെങ്കിൽ ആ കുടുംബദേവിയുടെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ കുടുംബദേവീനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ഭദ്രകാളി ദേവി എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ്, അത്രയും ശക്തിയാണ്, ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ ആ ശക്തിനെ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ വീടിനടുത്ത്, എൻ്റെ വീട് തൊട്ടടുത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രമാണ്. അതിൻ്റെ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ബാക്കിൽ അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. പിന്നെ അവിടെ തന്നെ ശിവക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ആണെങ്കിൽ കൂടിയും ഇവിടെ അടുത്ത് തന്നെ ദേവീക്ഷേത്രമുണ്ട്, ഇവിടെ ദുർഗാദേവി ക്ഷേത്രമുണ്ട് അടുത്ത് തന്നെ. പിന്നെ ഇവിടെ താഴെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, വിഷ്ണു ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. അപ്പം എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ പോവാന്നുള്ളതാണ്. പോയിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം, നമുക്ക് എന്താണ് വേണ്ടത് അത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതം നിലനിർത്താൻ, നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട്, എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം ദേവി അത് നമുക്ക് സാധിച്ചു തരും. നമുക്ക് ഇനി ഭഗവാനിലൊരു ഭക്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതും ദേവി നമുക്ക് സാധിച്ചു തരുന്നുള്ളതാണ്. അപ്പൊ അമ്മയെന്ന് പറഞ്ഞാൽ അത്രയും, അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വേറൊരു തലത്തിലുള്ള ഒരു സ്നേഹമാണ്. അതൊരു വല്ലാത്ത സ്നേഹമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ ദേവിന് നമുക്ക് അത്രയും പ്രാധാന്യമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയുടെ കാരകി എന്ന് പറയുന്നത് ദേവിയാണ്. ഭദ്രകാളി ദേവിയും പിന്നെ നാഗദൈവങ്ങളും ഒക്കെയാണ് ഈ ഭൂമിയുടെ കാരകരെന്ന് പറയുന്നത്. അവരാണ് ഈ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അതാണ് നമുക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ തരുന്നത്.
അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ആ ദേവിയോട് കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ദേവിയുടെ സഹസ്രനാമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രാർത്ഥിക്കുക. ദേവി മഹാത്മ്യമൊക്കെ പറ്റുമെങ്കിൽ വായിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നല്ലതായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ദേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ ഈ രാധാറാണിയിൽ നിന്ന് തന്നെയാണ് ഈ ദേവിമാരെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ രാധാറാണീനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ദ്രൗപദി ദേവി എന്ന് പറയുന്നത് ആ ഒരു ദേവി സങ്കല്പത്തിൽ. അപ്പൊ അറിയാലോ, മഹാഭാരത യുദ്ധത്തിൽ അത്രയും പ്രാധാന്യം, അത്രയും ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ദ്രൗപദി ദേവി എന്ന് പറയുന്നത് പോലും. അപ്പൊ ദേവിമാർക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ ദേവിമാരുടെ എല്ലാം ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭക്തിയിലേക്ക് ആയാലും ഉയർന്നു വരാൻ പറ്റൂ. നമുക്ക് ഭഗവാനിൽ പോലും ഒരു ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ആ ദേവിമാരുടെ അനുഗ്രഹം വേണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സൗന്ദര്യങ്ങള്, യശസ്, ഐശ്വര്യം, നമ്മുടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, നമ്മുടെ കുടുംബ ഭദ്രത, ഇതെല്ലാം തരുന്നത് ദേവിമാരാണ്. ആ ദേവിമാരെ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ സഹോദരി, ഭഗവാന്റെ ഭാര്യമാര് എല്ലാം ആ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും ഇഷ്ടം സ്ത്രീകളോട്, അതായത് സ്ത്രീകൾക്ക് അത്രയും എന്താ പറയാ, ഭഗവാൻ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കും. അപ്പൊ സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാവും, ഒരു കാമുകിയായിട്ടാണെങ്കിൽ അങ്ങനെ ആവും, ഒരു അതേസമയം ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭദ്രകാളിയാവും. അപ്പൊ അതാണ് ദേവി എന്ന് പറയുന്നത്. അതാണ് സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം, നമ്മുടെ ഭാരത സംസ്കാരത്തിലായാലും സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദേവീനെ പ്രാർത്ഥിക്കുക. ദേവിയുടെ അനുഗ്രഹവും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യങ്ങളും നടക്കും. അപ്പൊ ദേവീന്റെ കുടുംബക്ഷേത്രങ്ങൾ, ഇനിയും കുടുംബക്ഷേത്രങ്ങളിൽ പോവാത്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോവാം. ഇപ്പം വിവാഹമൊക്കെ കഴിച്ചിട്ട് ദൂരെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് എപ്പോഴും പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുടുംബക്ഷേത്രങ്ങളൊന്നും പോവാതിരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഈ കലികാലത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കുടുംബദേവിയുടെയും കൂടെ അനുഗ്രഹം നമുക്ക് വേണം. ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം വേണം. എന്നാൽ കൂടി ദേവിയുടെ അനുഗ്രഹവും കൂടി നമുക്ക് വേണം, കുടുംബദേവിയുടെ അനുഗ്രഹം കൂടി നമുക്ക് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോവാന്നുള്ളതാണ്. കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ദേവിയുടെ കാര്യം ഇനി പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും എന്താ പറയാ, അത്രയ്ക്കും വലിയ ശക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. അത്രയ്ക്കും ആദിപരാശക്തിയാണ് ദേവി. അപ്പൊ ദേവിയുടെ കാര്യം പറഞ്ഞാലും തീരത്തില്ല. അത്രയ്ക്കും ഉണ്ട് ദേവിയുടെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിയോട് പ്രാർത്ഥിക്കുക, വഴിപാടുകളൊക്കെ നടത്തുക. ഞാൻ ഈ പറഞ്ഞ പോലുള്ള രക്തപുഷ്പാഞ്ജലി, അതുപോലെ സഹസ്രനാമാർച്ചന, പിന്നെന്താണ് ശത്രു സംഹാര പൂജ, ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ്. നമുക്ക് ഏതൊക്കെയൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വിനാശം അത്രയും പെട്ടെന്ന് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്, നമുക്കറിയില്ല. നമ്മൾ ഉയർന്നു വരാൻ വേണ്ടി നമ്മളെ ഇതാക്കാത്തവര്, നമ്മളെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന, അങ്ങനെ പലതരത്തിലുള്ള ശത്രുക്കൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നവര്, നമ്മുടെ വസ്തുവകകൾ പിടിച്ചടക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കണമെന്ന് കരുതുന്നത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാവും. നമ്മളെ കുടുംബം തകരണമെന്ന് വിചാരിക്കുന്നവര്, നമ്മളെ ഓടിക്കണമെന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ ഈ ശത്രുക്കളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദേവീനെ കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ കുടുംബദേവീനെ, ആ ഭദ്രകാളി ദേവീനെ പ്രാർത്ഥിക്കുക. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അതുകൊണ്ട് ദേവീനെ പ്രാർത്ഥിക്കുക. നല്ലവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ദേവിയോട്. അപ്പോൾ ഭഗവാനോടും പ്രാർത്ഥിക്കുക, ദേവിയോടും പ്രാർത്ഥിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേ ശ്യാം. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഹരി ഓം. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. സനൽ, നന്ദു, ക്രേസി, ഐക്കില്ലർ, ലക്ഷ്മി, അയ്യപ്പൻ, അമൽദേവ്, ആർഥൂർ, നന്ദന, മീന, അനു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ ശ്യാം.